വാണിങ്ങുകളുള്ളതും കെമിക്കൽ ടൂത്ത് പേസ്റ്റുകളും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കുഞ്ഞുങ്ങൾക്കെന്നും മുതിർന്നവർക്കെന്നും കാറ്റഗറി അനുസരിച്ച് ടൂത്ത് പേസ്റ്റുകൾ വീട്ടിൽ കരുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിലവിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് അത് റെഗുലറായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലം, അതിനോടൊപ്പം ഒരു വണ്ടർഫുൾ അല്ലെങ്കിൽ ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആണ്. ടൂത്ത് പേസ്റ്റിന്റെ കെമിക്കലിലോട്ടും മറ്റു ഭാഗങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ടൂത്ത് പേസ്റ്റ് എന്തിനു യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം. ടൂത്ത് പേസ്റ്റിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ വായ്ക്കകത്ത് തങ്ങി നിൽക്കുന്ന വേസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക, നല്ലൊരു ഫ്രഷ്നെസ് വായ്ക്കകത്ത് നിലനിർത്തുക, ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങളെ മാറ്റി നിർത്താനായിട്ടാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ ടൂത്ത് പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത് പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ കളർ വെച്ചിട്ടോ പ്രൈസ് കണ്ടിട്ടോ പരസ്യം ചെയ്ത വ്യക്തിയോടുള്ള ആരാധന കൊണ്ടിട്ടൊക്കെയാണ്. ഒരിക്കലും ഈ പർപ്പസിന് ഓറിയന്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് അല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുണ്ടാവുന്നുണ്ട്. കാരണം വർഷങ്ങളോളം നമ്മൾ തുടർന്ന് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പരിഹരിക്കുക എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഹാംഫുൾ എഫക്റ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡിയം ലൂറൈൽ സൾഫേറ്റ് അഥവാ SLS. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൂടുതൽ പത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഷാംപൂ, ഫേസ് വാഷിലൊക്കെ ഒരുപാട് ഇന്നത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ്ങിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SLS അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ രസമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് വർക്ക് ചെയ്യില്ല. എന്ത് ആഹാരം കഴിച്ചാലും നമുക്കൊരു കയ്പായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ പരിണിത ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു അസുഖമാണ് ക്യാൻസർ സോഴ്സ് എന്ന് പറയും. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള പ്രോബ്ലംസ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് SLS അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ മൗത്ത് അൾസർ, സ്കിൻ ഇറിറ്റേഷൻ പോലുള്ള പ്രോബ്ലംസ് വരുന്നതിന്റെ പ്രധാന കാരണം ഈ ടൂത്ത് പേസ്റ്റിന് അതിന് വളരെ വലിയൊരു പങ്കുണ്ട് മൗത്തിലുണ്ടാവുന്ന ഈ പ്രോബ്ലങ്ങൾ. രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ട്രൈക്ലോസാൻ. ട്രൈക്ലോസാൻ ടൂത്ത് പേസ്റ്റുകളിൽ മാത്രമല്ല, അതായത് പെർഫ്യൂം, സോപ്പ്, ഫേസ് വാഷ്, ഷാംപൂ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ ഈ ട്രൈക്ലോസാൻ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ഈ ട്രൈക്ലോസാൻ ചേർന്ന ടൂത്ത് പേസ്റ്റ് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അലർജി പ്രോബ്ലംസ് ഒക്കെ വരുന്നതിന് ഒരു നല്ല പങ്ക് വഹിക്കുന്ന ഒരു കെമിക്കലാണ് ഈ ട്രൈക്ലോസാൻ എന്ന് പറയുന്നത്. 3ഉം 4ഉം കൂടി ഒത്തു പറയാം. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആൻഡ് ആർട്ടിഫിഷ്യൽ കളർ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ട് മെജോറിറ്റി കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സാച്ചറൈൻ. പഞ്ചസാരയേക്കാൾ 200 മടങ്ങ് മധുരം ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒബേസിറ്റി കൂടുന്നതിന് പോലും കാരണമാവുന്നുണ്ട്. അതുപോലെ ഷുഗർ പേഷ്യന്റ് ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു പക്ഷേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷുഗർ ലെവൽ നോർമലി കൊണ്ടുവരാൻ കഴിയത്തില്ല. ഹെഡേക്ക്, ബ്രീത്തിങ് പ്രോബ്ലം, ഡയറിയ, സ്കിൻ പ്രോബ്ലം പോലുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ കളർ, അൾസർ, ആൻസൈറ്റി, മൈഗ്രെയിൻ, ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ കളറും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറും ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറിലോട്ട് ടൂത്ത് പേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവനത് ഉപയോഗിക്കാൻ തയ്യാറാവും. നമ്മളായാൽ പോലും അങ്ങനെയാണ്. പച്ച, നീല, ചുവപ്പ്, വെള്ളയും നീലയും വെള്ളയും പച്ചയും പല കളറിലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള കെമിക്കൽ ആഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ അതിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് 5ാമതായി പറയാൻ പോകുന്ന ഫ്ലൂറൈഡ്. ഇത് ചേർന്ന ടൂത്ത് പേസ്റ്റുകളാണ് ഒരുപാട് വാണിങ്ങുകൾ എഴുതി വെച്ചിരിക്കുന്നത്. 6 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറിനെയോ പോയിസൺ കൺട്രോൾ റൂമിലോ ഇൻഫോം ചെയ്യുക. കാരണം ഇത് ഇറക്കുന്ന കമ്പനിക്ക് പോലും അറിയാം ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. റെഗുലർ ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലിനും പല്ലിനും ഒരുപാട് തേയ്മാനം ഉണ്ടാകുന്നുണ്ട്, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ IQ കുറയുന്നതിന് പോലും ഇത് കാരണമാകുന്നുണ്ട്. ഹൈലി അലർജറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും വർഷങ്ങളോളം 20, 30, 40, 50 വർഷം ടൂത്ത് പേസ്റ്റ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൈക്രോ അളവിലെങ്കിലും ഇവയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അക്കാരണത്താലാണ് ഈ രീതിയിലുള്ള ഓരോരോ പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്.
നെക്സ്റ്റ് ആറാമതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കെമിക്കലാണ് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ PEG എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ചേർക്കുന്നത് പെയിന്റിലാണ് കൂടുതൽ ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിയം ബേസ്ഡ് കോമ്പൗണ്ടാണ്. നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ ഇറങ്ങി വരുന്നത് ഈ PEG എന്ന് പറയുന്ന കെമിക്കൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് ഏഴാമതായിട്ടുള്ളതാണ് ഒഡിമ. ഇത് ഷോർട്ടായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. റെഗുലർ ഇത് ഉള്ളിൽ പോകുമ്പോൾ പ്ലഫി ആവും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്, അതായത് വീർത്ത് വരുന്നൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മോണ അതുപോലെ സ്കിന്നിൻ്റെ എല്ലാ പാർട്ടിലും ഈ പ്രോബ്ലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളതാണ് പ്രിസർവേറ്റീവ്സ്. ഇത് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചുണ്ട്, ലിപ്പിനും മൗത്തിനും അതുപോലെ ലിവറിന് പോലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ കൂടി പ്രോബ്ലംസ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്ന ടൂത്ത് പേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പാക്കറ്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് പ്രശ്നം വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുന്നുണ്ട്. നല്ല ഒരു പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ചിരി നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടീത്ത് നമുക്ക് ആവശ്യമാണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്, DXN ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഓൾ ഓവർ ദ വേൾഡ് ലോകത്ത് 180-ലധികം രാജ്യത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂത്ത് പേസ്റ്റിലേക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റുകൾ, അത് ഉപയോഗിച്ച് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. DXN ഗാനോഷി പ്ലസ് എന്നാണ് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ പേര്. ആർട്ടിഫിഷ്യൽ കളറോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറോ വാണിങ്ങോ ഇല്ലാത്ത ഒരു ടൂത്ത് പേസ്റ്റ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എല്ലിൻ്റെയും പല്ലിൻ്റെയും തേയ്മാനം കുറയ്ക്കുന്നതിനും എല്ലിനെയും പല്ലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കെമിക്കൽസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുമായി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലും മതി. രണ്ടാമതായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സോർബിറ്റോൾ. ക്യാവിറ്റീസ് മാറാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇന്ന് കോമൺലി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അടുത്തതായിട്ട് അക്വ എന്ന് പറയുന്ന ടീത്തിൻ്റെ മസിൽസ്, അതായത് മോണയെ നല്ലതുപോലെ സ്ട്രെങ്തൻ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അക്വ എന്ന് പറയുന്നത്. നാലാമതായി സൈലറ്റോൾ. ഇതൊരു നാച്ചുറൽ ഷുഗറാണ്, എന്നാൽ ഇതിനെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് കാരണം ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവല് ഒരിക്കലും കൂടത്തോ കുറയത്തോ ഇല്ല. 2.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാവിറ്റീസിനെ ഒഴിവാക്കാനായിട്ട് റെഗുലറായി സൈലറ്റോൾ ചേർന്ന ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത 2 ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർമിൻറ്റും മെന്തോളും. ഇവ രണ്ടും ഉപയോഗിക്കുന്നത് വായയെ ഹൈജീനിക് ആക്കി സൂക്ഷിക്കുന്നതിനും എപ്പോഴും നല്ല ഫ്രഷ് എയർ നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടുമാണ്. അടുത്തത് കെരാഗിൻ. ഇത് സ്tomachുമായിട്ടുണ്ടാവുന്ന പ്രോബ്ലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. മൈക്രോ അളവിലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കെമിക്കൽസ് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന കെമിക്കലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കെരാഗ്രിൻ. ഇത് കിട്ടുന്നത് പാലിൽ നിന്നും മീറ്റിൽ നിന്നുമൊക്കെയാണ് കൂടുതലായിട്ട്. 9ാമതായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്യാനോഡർമ. ഇതിൻ്റെ പ്രധാന ഒരു ചേരുവ എന്ന് വേണമെങ്കിൽ പറയാം. കിങ് ഓഫ് ഹെർബ്, ഔഷധങ്ങളുടെ രാജാവെന്നാണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമിനെ അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ DXN എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാനോഡർമ കമ്പനി എന്നറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും വില കുറച്ച് ഗ്യാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം മാർക്കറ്റ് ചെയ്യുന്നു. ഗ്യാനോഡർമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. വൈറൽ, ബാക്ടീരിയൽ, ഫംഗലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് നല്ല റിസൾട്ട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഒരുപാട് പ്രബന്ധങ്ങൾ, ആർട്ടിക്കിളുകൾ, ഒരുപാട് സൈറ്റുകൾ ഓൾറെഡി തന്നെ ഗവൺമെൻറ് സൈറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് ഗമ്മാണ്. ഭൂമിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണിത്. ടൂത്ത് പേസ്റ്റിനെ വളരെ ലൂസ് ആവാതെ ഒരു തിക്നെസ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് സെല്ലുലോസ് ഗം എന്ന് പറയുന്നത്. ഇത്രയും നല്ല ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ ചേർന്ന ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. റെഗുലർ യൂസിൽ കൂടി ഒരുപാട് നല്ല റിസൾട്ടുകൾ തരാൻ പറ്റുന്ന, ടീത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, മൗത്തിനെ നല്ല ക്ലിയർ ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് DXN കമ്പനി ലോകമെമ്പാടും ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആരാണോ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു തന്നത് അവരുമായി സമീപിക്കുക. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കാനായിട്ടുള്ള അവസരം ഈ കമ്പനി തരുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ ക്യാവിറ്റീസ് മാറുന്നതിന് വേണ്ടിയിട്ടും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും മാറി മാറി ടൂത്ത് പേസ്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ DXNന്റെ 2
വേരിയന്റുകളിൽ, അതായത് 75 ഗ്രാമിലും 150 ഗ്രാമിലും ഈ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ച് നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഹാംഫുൾ എഫക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. എന്നാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. താങ്ക് യു സോ മച്ച്.